പ്രിയങ്കരനായ സുഹൃത്ത് ഷെയ്ഖ് മുഹമ്മദ് കറക്കുന്നു, ബഹുമാന്യനായ മിസ്റ്റർ അബ്ദുൽ വഹാബ്, ഈ യോഗത്തിൽ ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന, ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളായ SIOവിൻ്റെ നല്ലവരായ ചുണക്കുട്ടികളെ, അസ്സലാമു അലൈക്കും. ഇതിനേക്കാളും വലിയ പെരുന്നാളും വെള്ളിയാഴ്ച ഒന്നിച്ച് വന്നിട്ടൊന്നും ഞാൻ ഇത്തരം സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ പണ്ട് പൊന്നായിലെ മൊലിയാരുട്ടി ചോദിച്ചല്ലോ, എന്താ മോളെ എൻ്റെ അന്നമ്മക്കെന്ന് തോന്നിപ്പോയത്. അപ്പോൾ ഇത് ലവ് ജിഹാദാണ്, നിങ്ങൾ വന്നാൽ ചിലപ്പോൾ രസമുണ്ടാവും എന്നാണ് എൻ്റെ ഭാരവാഹി എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ഇതിൻ്റെ ഈ സംഗതി ഏറ്റെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ലവ് ജിഹാദാണ്. അങ്ങനെ ഒന്നിനെപ്പറ്റി ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്ക് വിഷയം മാറി, അത് ഇമെയിൽ വാർത്ത ചോർത്തലായി മാറി. ഇനിയും ഇത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിഷയം മാറിക്കൂടായില്ല. കാരണം നമ്മുടെ അജണ്ട തീരുമാനിക്കുന്നത് നമ്മളല്ല. മുസ്ലിം സമുദായത്തിൻ്റെ അജണ്ട വളരെ കാലമായി തീരുമാനിക്കുന്നത് നമ്മുടെ പ്രതിയോഗികളോ അല്ലെങ്കിൽ എതിരാളികളോ ശത്രുക്കളോ എന്നൊക്കെ പറയുന്നവരാണ്. ആ അർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിൽ കരുതികൊണ്ട് പ്രസംഗിക്കാൻ വന്നാൽ അത് മാറി പെട്ടെന്ന് നമ്മൾ വേറൊന്നിലേക്ക് മാറേണ്ടതായ അവസ്ഥയാണ് സംജാതമാകുന്നത്. വ്യത്യസ്തമായി ചിന്തിക്കുന്നത് ഞാൻ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചത് മുസ്ലിം യുവജന പ്രസ്ഥാനമായ സോളിഡാരിറ്റി മാത്രമാണ്. അവർ വികാരപരമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് പകരം വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടോടുകൂടി വളരെ നിർണിതമായ ചില പരിപാടികളുമായി മുമ്പോട്ട് പോകുന്നു. ഇത് നിങ്ങളുടെ ഇതിൽ അടുത്ത യോഗത്തിൽ എന്നെ വിളിക്കാൻ വേണ്ടിയല്ല, ഞാനിത് വളരെ ശ്രദ്ധിച്ചേ സംസാരിക്കുന്നുള്ളൂ. കാരണം അബദ്ധത്തിൽ എൻ്റെ പ്രസംഗം നന്നായി പോയാൽ നിങ്ങളെല്ലാം കൂടി ഷെയ്ഖ് സാഹിബിനോട് ഒരു മൂപ്പരം കെട്ടിനെ എടുത്താളുകയാണ്. അതുകൊണ്ട് കഴിയുന്നതും അത് നന്നാവാതാക്കാൻ ഞാൻ എൻ്റെതായ ശ്രമങ്ങൾ നടത്തും. ഇവിടെ ഷെയ്ഖ് സാഹിബ് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ ഷെയ്ഖ് സാഹിബിൻ്റെ കൂടെ വേദി പങ്കിട്ട് ആ പ്രസംഗം കേട്ടിൻ്റെ ശരീരം ഒരുപാട് മെലിഞ്ഞിരുന്നു. അപ്പോൾ അതിങ്ങനെ നന്നായി വരുന്നേ ഉള്ളൂ. ഏതായാലും അറബി ഭാഷയിൽ പറയുന്നൊരു വാക്കുണ്ട്, തുറഫുൽ അഷ്യാഉ ബി അസ്ദാദിഹ. ഒരു സാധനത്തെ അതിൻ്റെ വിപരീതം കൊണ്ടാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക. ഉദാഹരണമായിട്ട് രാവ് ഇരുട്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കില്ലെങ്കിൽ വെളിച്ചം, പകൽ എന്ന് പറയുന്നത് മനസ്സിലാക്കില്ലെങ്കിൽ രാത്രി. പ്രസംഗകലയുടെ ഉദാത്തമായ ഉടൽ രൂപമാണ് ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ചു കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ആ പ്രസംഗം എത്രത്തോളം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കാൻ ഏതാനും മിനിറ്റുകളേ ഉള്ളൂ. അതിനു മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവസാനിപ്പിക്കും. അദ്ദേഹം ഷെയ്ഖ് സാഹിബ് വളരെ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ചില ഈ കഥകൾ മോഷ്ടിക്കുന്നത് ഹലാലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ നിർബന്ധിതനാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് വന്നു, അതിൽ വാസു ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കട്ടി വീണ് പെണ്ണിനെ എടുത്തു എന്നതിന് പകരം ഉണ്ടായ സംഭവം പറഞ്ഞാൽ അത് കുറച്ചും കൂടി വ്യക്തം, അത് ഉണ്ടായതാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ വടക്കേ മലബാറുകാരനായ ഒരു അറിയപ്പെടുന്ന മതപണ്ഡിതൻ, അദ്ദേഹം ഇങ്ങ് തെക്കേ ഭാഗത്ത് നിന്ന് രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിനെ കൊണ്ട് വീട്ടിൽ ചെന്നു. എന്നിട്ട് ആദ്യത്തെ ഭാര്യനോട് പറഞ്ഞു, എപ്പോഴും പറയണ്ടല്ലോ എനിക്കൊരു വേലക്കാരനും വേണം, ഒരു തുണക്കാരനും വേണമെന്നൊക്കെ, എന്നാൽ ഇതാ ഓൾ എന്നെ സഹായിക്കും പറഞ്ഞ് ഇറങ്ങിപ്പോന്ന് അയാൾക്ക് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇറങ്ങി ഇങ്ങനെ പോന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് പോരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യ ഭാര്യ ചൂലെടുത്ത് കൊടുത്തു, ഇവിടൊക്കെ ഒന്ന് അടിച്ചു വരികളാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു, പിന്നെ നിങ്ങളെ കെട്ടിക്കൊണ്ടുവന്നു തന്നെ ഇവിടെ കെട്ടിക്കൊണ്ടതാണ്. അത് കേൾക്കേണ്ട താമസം ആദ്യ ഭാര്യ പോയി കിണറ്റിൽ ചാടിയപ്പോൾ ആൾക്കാരെ കൂടി ഓടി വന്ന് അവളെ ആ കിണറിൽ നിന്ന് എടുത്ത് പൊക്കി കൊണ്ടുവന്നു മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇയാളിത് ശ്രദ്ധിച്ചുകൊണ്ടാണ് വരുന്നത്. ഈ ആജിയാർ അതെങ്ങനെ വന്നിട്ട് എന്താ അവിടെ ഭാര്യ കിണറിൽ ചാടിയാണെന്ന് മനസ്സിലാക്കി ആൾ തന്നെ പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു മാറ്റാൻ സ്ത്രീയെ തൊടാൻ? എൻ്റെ സ്ത്രീയെ നിങ്ങൾക്ക് തൊടാൻ എന്താ അവകാശം എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ ഓരോരുത്തർ വിട്ടുപോയി. ശരിയാ, നമ്മൾ ചെയ്ത് മഹാ തെറ്റായിപ്പോയി എന്ന്. ആളുകളുടെ പേര് 4 ആളുടെ പേര് വിട്ടു എന്നതിന്മേലാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണത്തലവന്മാരും ചാനലുകാരും ശ്രദ്ധ ഊന്നിയത്. അപ്പം അവരോട് നമുക്ക് ചോദിക്കാൻ, പേര് വിട്ടുപോവുക എന്നതിനൊക്കെ എത്രത്തോളം പ്രതികരിക്കുകയാണെങ്കിൽ എൻ്റെ പേര് എത്രയോ തവണ മാധ്യമം വിട്ടുപോകാറുണ്ട്. നാളെ ഇപ്പോൾ ഈ പ്രസംഗത്തെ പരിപാടി പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. പലപ്പോഴും എനിക്ക് അനുഭവപ്പെടാറുണ്ട്, ഇന്നത്തെ പരിപാടി KN ഖാദിർ ഓ അബ്ദുള്ള എന്ന് പറയുമ്പോൾ ഓ അബ്ദുള്ള ഉണ്ടായില്ല, KN ഖാദിർ ഉണ്ടാവുള്ളൂ. അതിനൊക്കെ ഇപ്പം നമ്മൾ രാജ്യരക്ഷാ നിയമം അനുസരിച്ച് നടപടിയെടുക്കാൻ മുതിരുകയാണെങ്കിൽ എവിടെ ഇതൊക്കെ ചെന്ന് അവസാനിക്കുക? ചിലപ്പോൾ അങ്ങനെ വിടുന്നതായിരിക്കും നന്നായതാ. വിടേണ്ടി വരും.
അരുന്ധതി റോയ് അവർക്ക് ഒരു സിഡ്നി പീസ് സമ്മാനം, ഒരു അവാർഡ് നൽകപ്പെട്ടപ്പോൾ അവർ സിഡ്നി ചെന്നതിന് മുമ്പ് സിഡ്നി ചെന്ന് അവാർഡ് സ്വീകരിക്കുന്ന യോഗത്തിൽ അരുന്ധതി ചെയ്ത പ്രസംഗം, ബിഫോർ ഐ കം ഹിയർ they asked me to complete it, to fill up a form, and I did it. Then they asked me whether you have involved in any terrorist activities or not. ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങൾ ഒരു ഫോം പൂരിപ്പിക്കണം, ഇവിടെ വരുന്ന നിങ്ങൾ വല്ല ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നൊക്കെ എന്നോട് ഇവിടെ നിന്ന് ചോദിക്കുകയുണ്ടായി. അരുന്ധതി പറയാം. ഇതിന് അരുന്ധതി ചോദിച്ചു, ഇവിടെ നേരത്തെ ജോർജ് ബുഷ് വന്നിരുന്നല്ലോ, നിങ്ങൾ ഫോം പൂരിപ്പിച്ചിരുന്നോ? അയാളോട് ഫോം പൂരിപ്പിക്കാൻ ആവശ്യപ്പെട്ടോ? അയാൾ വല്ല ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലും പങ്കെടുക്കുകയുണ്ടായോ എന്ന് നിങ്ങൾ ചോദിക്കുകയുണ്ടായോ? എന്നോട് മാത്രം നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു? നേരത്തെ ഈ അവാർഡ് കിട്ടിയ ആൾ നിങ്ങൾ ഗേരാവ് ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഗേരാവ് ചെയ്യുന്നില്ല എന്നാണ് അരുന്ധതി ആദ്യം ചോദിച്ചത്. അതുപോലത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. നിങ്ങളുടെ പേര് വിടണോ എന്നതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ അത് വിട്ടത് എന്താ? ഇന്നലെ ചാനൽ ചോദിക്കേണ്ടി വന്നു. ഒരു മുക്കുവൻ കടലിൽ നിന്ന് മീൻ പിടിച്ചു, 100-500 മത്തി അതിൽ കയറി. കൂട്ടത്തിൽ 3-4 കടലാമ പെട്ടു. ഈ കടലാമയെ അയാൾ എടുത്ത് വെള്ളത്തിലേക്ക് വീണ്ടും എറിഞ്ഞാൽ മുക്കുവൻ കടലാമയോട് ക്രൂരത കാണിച്ചു, മുക്കുവൻ മീൻ പിടിക്കാൻ പോയതല്ല, മുക്കുവന് ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്നാൽ മാധ്യമത്തിൻ്റെ ഈ സംഭവത്തെ സംബന്ധിച്ച് ഏഷ്യാനെറ്റിലെ ആൾ എന്നോട് ചോദിച്ചു, ഗൂഢാലോചനയുണ്ടോ ഇതിൻ്റെ പിന്നിലെന്ന്. അപ്പോൾ അബൂ സുഫിയാൻ പണ്ട് ഇർക്കലിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വന്ന് പറഞ്ഞ മാതിരി ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയാൻ പറ്റിയ സന്ദർഭം. ഞാൻ പറഞ്ഞു അതിന് പിന്നിലൊരു ഗൂഢാലോചനയുമില്ല എന്ന് മാത്രമല്ല, ഇത്രയും ആസൂത്രിതമായി വളരെ ബോധപൂർവം ചെയ്തതായ ഈ ഹീനമായ കൃത്യം പൊതുജനത്തിന് മുന്നിൽ, പൊതു മനസ്സിന് മുന്നിൽ, പൊതുബോധത്തിന് മുന്നിൽ അവതരിപ്പിച്ചതിന് മാധ്യമത്തിനോട് പൊതുസമൂഹം കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ്. ഇന്ന് ഞാൻ ഷേഖ് സാഹിബിന് കാണിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നു 1:40. ആ മെസ്സേജിൽ പറഞ്ഞത് അറസ്റ്റ് ലക്ഷ്യമല്ല എന്നാണ്. ആ മെസ്സേജിൽ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു. എന്നെ എന്തിനാ വിളിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട, ഏതായാലും എന്നെ വിളിച്ച് പറഞ്ഞു. എൻ്റെ പേര് മറ്റേ ലിസ്റ്റിലില്ല, എൻ്റെ പേരില്ല, അബ്ദുറഹ്മാൻ്റെ പേരില്ല, ഷേഖ് സാഹിബിൻ്റെ പേരില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നമ്മളാരും പേര് അവിടെയില്ലേ? മാധ്യമം മാത്രമല്ലല്ലോ വിട്ടുന്നു, ഇവരും കൊടുക്കുന്നില്ലേ? അപ്പം പറഞ്ഞു നിങ്ങളെ കാര്യത്തിൽ അന്വേഷണം ആവശ്യമല്ല, അത് ഉറപ്പാ, അതുകൊണ്ടാണ് ഒഴിവായിപ്പോയതെന്ന മറുപടി. അപ്പം പലരെയും വിട്ടിട്ടുള്ള ഈ തലത്തിൽ ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ആൾക്കാർ ഈ ഗൂഢാലോചന വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഗൂഢാലോചന ഇവിടെ നടന്നത്? 268 ആളെ പേര് പറയുമ്പോൾ അവരുടെ ചോദിക്കുന്നതിനെ പ്ലീസ് നിങ്ങൾ ഇവരുടെ കണക്ഷൻസ് വിത്ത് സിമി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശീർഷകത്തിലാണ് ആദ്യം വരുന്നത്. ഞാനത് കണ്ടു, അതിൻ്റെ ഫോട്ടോ കോപ്പി. ഈ സിമി ബന്ധമുള്ളതായ ആൾക്കാർ ഇവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് അന്വേഷിച്ച് വിവരം അറിയിക്കുക എന്നാണ് പറയുന്നത്. അത് പിശകാണ്. ഇന്നലെ ചാനലിൽ ചോദിച്ചു, അത് പിശകാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഈ 258 കഴിഞ്ഞ് ബാക്കി 10 ആളുടെ പേര് കൊടുത്തത് കൊടുക്കാതിരുന്നത് പിശകായിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ തകരാറ്? പിശകായി പോയി, അത് പിശകാണ്. ബോധപൂർവം ചെയ്തതാണെങ്കിൽ ഇവരെന്തായാലും സിമി കണക്ഷൻസ് ഇല്ല എന്ന അർത്ഥത്തിൽ. ഇന്ന് മലപ്പുറം ജില്ലയിലെ ജമാഅത്ത് പ്രവർത്തകൻ എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഞങ്ങളുടെ പരിസരത്ത് കഴിഞ്ഞ 1.5 മാസം മുമ്പ് 3 വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് വീട്ടിൽ വന്ന് എൻ്റെ മൊബൈൽ നമ്പർ ചോദിച്ചു. ആ മൊബൈൽ നമ്പർ ചോദിച്ചതിന് ശേഷം പരിസരത്തുള്ള കുറേ യുവാക്കളുടെ മൊബൈൽ നമ്പർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആൾക്കാരുടെയൊക്കെ വീട്ടിൽ പോയി നിങ്ങൾ ദയവായിട്ട് ഹറാസ് ചെയ്യരുത്. കാരണം എന്താണ്, ആ വീട്ടുകാർ പരിഭ്രമിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പോൾ ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു സിമി പ്രവർത്തകൻ്റെ പേരുണ്ടായിരുന്നു. ഇയാൾ പറഞ്ഞു, ആ സിമി പ്രവർത്തകൻ ആർക്കൊക്കെ ഫോൺ ചെയ്തോ എന്നാണോ അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അതെ, അത് അന്വേഷിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ ശുദ്ധ കളവ്, ഉത്തരവാദപ്പെട്ട ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണോ അല്ലേ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞങ്ങളത് അന്വേഷിക്കുന്നില്ലല്ലോ. അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഇത് തെറ്റാന്ന് പറയാൻ പറ്റുള്ളൂ. അന്വേഷണം ആരംഭിച്ചു എന്നതിന് ഇന്നത്തെ മാധ്യമ പത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദോഹയിൽ ഒരു ഇസ്ലാമിക പ്രവർത്തകൻ പറയുന്നു, എന്നെ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് മലപ്പുറം ജില്ലയിലുള്ള ജമാഅത്ത് പ്രവർത്തകനാണ് പറയുന്നത്, കഴിഞ്ഞ 1.5 മാസം മുമ്പ് വന്ന് അന്വേഷിച്ചിരിക്കുന്നു, എല്ലാ വിശദമായ വിവരം. ഇത് വെറും ഒരു വിവരം ശേഖരിച്ച് USU തയ്യാറാക്കാൻ വേണ്ടിയുള്ളതായ വിവരശേഖരണമല്ല. ഈ അന്വേഷിക്കുന്ന വിവരങ്ങൾ നാളെ കൈമാറപ്പെടുകയാണ്. ഗോണ്ടിനാമയുടെ
കാവൽപ്പുരകൾ ആരുടെ കയ്യിലാണോ അവരിലേക്കാണ് മാറുന്നത്. ഒരതിശയോക്തിയുമില്ലാതെ ഞാൻ പറയുന്നു. ഞാൻ ഈ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ അതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ പ്രസംഗത്തിന് വേണ്ടി പറയുകയല്ല. ഞങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് ഇസ്രായേൽ, പലസ്തീൻ മുതലായ പ്രദേശങ്ങൾ കാണാൻ പോയി കഴിഞ്ഞ വർഷം. ഞങ്ങളുടെ മുമ്പിലുള്ള ബാച്ച് 99 പേരടങ്ങിയ പത്തനംതിട്ടയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളാണ്. ഈ ഇസ്രായേൽ ബോർഡർ അവർ വെറും 10 മിനിറ്റ് കൊണ്ട് കടന്നുപോയി. വെറും 10 മിനിറ്റ് കൊണ്ട്. ഞങ്ങൾ 17 അംഗങ്ങളടങ്ങിയ സംഘം 10 മണിക്കൂറാണ് അവിടെ കാത്തിരിക്കേണ്ടി വന്നത്. കാരണം ഞങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചും ഇന്ത്യ ഗവൺമെൻറ്റിനോട് അന്വേഷിച്ച് ഇവരിൽ വലിയ ഭീകരനാരാണ്, രണ്ടാമത്തവനാരാണ്, പിന്നത്തെ ഭീകരനാരാണ് എന്ന് അന്വേഷിച്ച് കൃത്യമായ വിവരം അവരുടെ കയ്യിലുണ്ട്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനം 10 മണിക്കൂറൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി. രാവിലെ ഒരു രാജ്യം കാണാൻ പോയിട്ട് വൈകുന്നേരം ആവുന്നത് അത് തന്നെ വമ്പിച്ച ഉയർന്ന ഭാഗങ്ങളിൽ ഇവരുടെ നിരീക്ഷണത്തിനുള്ളതായ ഏർപ്പാടുകളും അതുപോലെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ കണ്ണ് തിരിക്കാൻ പാടില്ല. പിന്നെ എന്തിനു പോയെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് കാണാൻ തന്നെ എന്നതിന് മറുപടി. 10 മണിക്കൂർ നേരം ഒന്ന് കാണും. ആദ്യം കടന്നു പോയത് യേശു ക്രിസ്തു ജൂതന്മാർ പിടിച്ചു കണ്ട് പിന്നെ ഈ കുരിശിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾ എന്താ ചെയ്തത്? ജൂതന്മാർക്ക് അഭയം നൽകിയല്ലാതെ. ജൂതന്മാർ മുഴുവൻ ഫലസ്തീനിൽ എത്തുന്ന എവിടെ നിന്നാണ്? മൊറോക്കോവിലും ബഹ്റൈനിലും അതുപോലെയുള്ള മുസ്ലിം രാജ്യങ്ങളിലും അവർക്ക് നൽകിയതുപോലത്തെ സംരക്ഷണം ഏത് രാജ്യത്താണ് 20-ാം നൂറ്റാണ്ട് വരെ ആരാ നൽകിപ്പോന്നത്? അത്ര ഇതേ രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ പണ്ടൊരു തള്ള പറഞ്ഞല്ലോ, ഈ ഒരു അന്തരീക്ഷ സൃഷ്ടി എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇവർ മുസ്ലിങ്ങളാണ് എന്ന് കേട്ടാൽ, ജർമ്മനിയിൽ ഇവർ ജൂതന്മാരാണ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടായ മുസോളിനിയുടെ രാജ്യത്ത് ഉണ്ടായ രീതിയിലുള്ള ഒരു തരം വികാരം ഉണ്ടാക്കിയെടുക്കുക. അവർ മുസ്ലിങ്ങളാണോ? ഓ, എന്നാൽ അതിന് തൊട്ടടുത്ത് റൂം വേണം. അവർ മുസ്ലിങ്ങളാണോ? അവർക്ക് റൂം കൊടുക്കാൻ പാടില്ല. അവർ മുസ്ലിങ്ങളാണോ? അവരോട് അടുത്ത് പെരുമാറാൻ പാടില്ല. അവർ മുസ്ലിങ്ങളാണോ? പെൺകുട്ടികൾ അവരോട് സംസാരിക്കാൻ പാടില്ല. ഈ തരത്തിലുള്ള ഒരു ഫോബിയ സൃഷ്ടിക്കുക. ആ സൃഷ്ടിപ്പിന് ശേഷം ഇവിടെ ഗുജറാത്തിൽ എന്ത് നടന്നോ അതേ രീതിയിലുള്ളതായ ഒരു കശാപ്പ് നടന്നാൽ, ഒരു ഉന്മൂലന ശ്രമം നടന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ ആരും ഉണ്ടാവുകയില്ല. എന്ത് അസംബന്ധങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം. ഞാൻ ഒരു ഉമ്മാമ പറഞ്ഞല്ലോ എന്നാണ് വെറുതെ പറഞ്ഞതല്ല. തള്ളനോട് പറഞ്ഞു, എന്താ അയാളുടെ പേര്? സേനബത്ത, നിങ്ങൾ മാളെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. എന്താ നമുക്ക് ലേശം ഒരു പേച്ച നടപ്പുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ അവളെ ശ്രദ്ധിക്കുന്നില്ലേ? അവളെ ശരീരമൊക്കെ അതാ മുമ്പത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് കാണുന്നു. കുറച്ച് കഴിഞ്ഞ് സ്വാഭാവികമായ വളർച്ച ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തുണ്ടായി. ആ മകള് മറിയമ്മ പ്രസവിച്ച ഉമ്മയുടെ പ്രതികരണ രസം. ആളുകൾ പറഞ്ഞ് എൻ്റെ മകളാട് പെറ്റുകുണു പോന്നു. ആളുകൾ പറഞ്ഞാൽ എങ്ങനെയാണ് പ്രസവിക്കുക എന്നുള്ളത് വേറെ കാര്യമാണ്. ഇവിടെ ആളുകൾ പറഞ്ഞ് പത്രങ്ങളായ പത്രങ്ങൾ, ചാനലുകളായ ചാനലുകൾ, ഭരണകൂടങ്ങൾ എല്ലാവരും ചേർന്ന് എന്താണ് പറയുക? ഇർഫാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഞാനൊക്കെ ഒരു ബുക്ക് എഴുതേണ്ടി വന്നു. എന്താ സംഭവം? ഇർഫാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു യുവതി. ആ യുവതിയെ ഒരാൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ആളുടെ പിതാവിൻ്റെ പേര് സംഭവം ചെറുതല്ല. ആ കല്യാണം കഴിച്ച പിതാവ് മുഹമ്മദ് എന്ന് പറയുന്ന 76 വയസ്സുകാരൻ ഈ മരുമകളെ ബലാത്സംഗം ചെയ്തു. ബലാത്സംഗം ചെയ്തതിനെ തുടർന്ന് ബന്ധം വേർപ്പെടുത്തി. അവിടെ അവസാനിക്കുന്നില്ല. ദൈവബന്ധിൽ നിന്നുള്ള ഒരു ഫത്വ. ബന്ധം വേർപ്പെടുത്തി എന്ന് മാത്രമല്ല, ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീ ഈ ബലാത്സംഗം ചെയ്ത ആളുടെ ഭാര്യയായി മാറി. തുടർന്ന് ഇന്നലെ വരെ ഭർത്താവായിരുന്ന ആൾ ഈ സ്ത്രീയുടെ, ഇർഫാനയുടെ മകനായി മാറി. നിങ്ങൾ വിശ്വസിക്കൂല, അങ്ങനെ മാറി. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ 1ാമത്തെ സ്റ്റോറി ആയിരുന്നു എന്ന് മാത്രമല്ല, അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയാണെന്ന് ആയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പിറ്റേ ദിവസത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ശീർഷകം മിസ്റ്റർ അബ്ദുൽ കലാം, വേർ ഡു യു ഗോ? പത്രം ഞാൻ സൂക്ഷിച്ചതാ. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഇർഫാന പ്രശ്നം പരിഹരിക്കാതെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഇർഫാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവളുടെ ഫാദറിലോ ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിൽ അവളുടെ ഭർത്താവായി മാറിയിരിക്കുന്നു. ഇവിടെ കുടുംബം തകർന്നിരിക്കുന്നു. ഭർത്താവ് പെട്ടെന്ന് മകനായി മാറിയിരിക്കുന്നു. ഇതെല്ലാം കൂടി ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ യുഎൻഒയിലെ ഇന്ത്യയുടെ അംഗത്വത്തിനെ പറ്റിയാണോ ഇപ്പോൾ സംസാരിക്കാൻ കണ്ടത്? ഈ പ്രശ്നം പരിഹരിക്കാതെ എന്ന് ഒരു ലീഡ് സ്റ്റോറി
ഒരു സ്കൂപ്പല്ല, ഒന്നാമത്തെ സ്റ്റോറി ആയിക്കൊണ്ട് ഏറ്റവും നിലവാരമുള്ള 18 സ്ഥലങ്ങളിൽ നിന്ന് അച്ചടിക്കുന്ന ഒരു ഇംഗ്ലീഷ് പത്രം പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് എങ്ങനെ വിശ്വസിക്കും? അത് വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള ആൾക്കാർ, അത് പറയാൻ ധൈര്യപ്പെടുന്നവർ. കാരണം എന്തുമാവാം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഫാക്ട് ഫൈൻഡിങ് വിഭാഗം ചെന്ന് അന്വേഷിച്ചു. ഞാൻ അന്ന് തന്നെ അതിനെപ്പറ്റി വിവരം മുഴുവൻ അറിയുന്നതിന് മുമ്പ് തന്നെ എഴുതി, ദൈവബന്ധിര മൊലിയാമാർക്ക് ചോറുണ്ടോണെ ടിപ്പിംഗ് കാരിൽ പോകുന്ന ഏതോ മൊലിയാരി കുട്ടിയായിരിക്കും 10 നൽകിയിട്ടുണ്ടാവുക, അല്ല മുസ്ലിയാമാർക്ക് 10 നൽകൂല. ചെന്ന് അന്വേഷിച്ചപ്പോൾ എന്താ വിവരം, ഇർഫാന അവളുടെ അമോഷനിലൂടെ നിർബന്ധം ചെലുത്തി സ്വത്ത് മുഴുവനും എൻ്റെ ഭർത്താവിൻ്റെ, അതായത് നിങ്ങളുടെ മൂത്ത മകൻ്റെ പേരിൽ എഴുതി കൊടുക്കണം, അത് കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഒരു റൂമിലാണ് 70 ആളുകൾ താമസിക്കുന്നത്. അത് അന്നെന്തൊരു ആഘോഷം. ആ ദിവസമാണ് ബലാത്സംഗം ചെയ്തത് എന്ന കഥ പറയുന്നത്. ജമാഅത്ത് പ്രതികൾ കണ്ടുപിടിച്ചു അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന്. അതാ ഞാൻ പറഞ്ഞ് ഈ സമുദായത്തെ ആർക്കും കൊട്ടാം, എന്തുമാവാം. അതല്ല രസം. അതിന്മേലൊക്കെ കയറി പിടിച്ച് ചില ആളുകൾ. അതുകൊണ്ട് ഈ സംഘടന, ഈ പത്രത്തെ മാത്രമല്ല ഈ സംഘടനയെ കൂടി നിരോധിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളരിക്ക പട്ടണത്തിലാണോ ജീവിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം വരുന്നത്? എന്താണ് നട്ടൽ നിവർത്തി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പുള്ള തടസ്സം ആരാണ്? ഈ പ്രശ്നങ്ങളെ വളരെ ബോധപൂർവം സമീപിക്കുകയും ഇവർ നിശ്ചയിക്കുന്ന അജണ്ട നമ്മുടെ അജണ്ട ആയിക്കൂടാ. നമ്മുടെ അജണ്ടകൾ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇമാതിരി ഇവിടെ മലയാളത്തിൽ വളരെയധികം പ്രചാരത്തിലുള്ള പത്രം, ആ പത്രത്തിൽ ഒന്നിൽ എഴുതിയത് 2688 പേർ ചതിക്കുഴിയിൽ. ആ എഴുതിയ കക്ഷിയും ഞങ്ങൾ തമ്മിൽ ചാനലിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായി. ആ കക്ഷിയെ നിർത്തി ചോദിച്ചു, താങ്കൾക്ക് ദയവായി ഈ പണി നിർത്തിക്കൂടെ? 2688 പേര് പ്രേമത്തിൻ്റെ ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നന്ന ചുരുങ്ങിയത് 100 ആളുടെ പേര് പറയും. വേണ്ട, വെറും 10 ആളുകളുടെ ഹിന്ദുക്കളായ എത്രയോ ചെറുപ്പക്കാർ മുസ്ലിം പെൺകുട്ടികളെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ ചെറുപ്പക്കാർ മുസ്ലിം പെൺകുട്ടികളെ, മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രേമിക്കുകയും പരസ്പരം കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പോലും എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് വളരെ ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ഒരു മുസ്ലിം അഡ്വക്കേറ്റിൻ്റെ മകൾ മതം മാറി മറ്റൊരു ചെറുക്കൻ്റെ, ഒരു ഹിന്ദു ചെറുക്കൻ്റെ കൂടെ പോയി. 10 ദിവസമായിട്ട് സംഭവം നടന്നിട്ട്. ഇത് സാധാരണഗതിയിൽ നടക്കുന്നതോ നടന്നുകൊള്ളട്ടെ എന്ന് വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് അവിടെ ഒരു സ്റ്റോറി ഉണ്ടാവുന്നില്ല? ഈ 2006 ഈ മനോരമയിൽ എത്തുമ്പോഴേക്ക് 4800 ആകുന്നത്. 4800 കാമുകന്മാർ ആ പത്രത്തിനകത്ത് രേഖ എന്ന് പറയുന്ന പെൺകുട്ടി എഴുതുന്നത്, കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അതിർത്തി കടന്ന്, കാശ്മീർ അതിർത്തി കടന്ന് പോവുക. ഒരു 4-5 കണ്ണൂരുകാർ അതിർത്തി കടന്നു പോകുമ്പോൾ അവിടുന്ന് വെടിവെച്ച് കൊല്ലുക. ഇവിടെ ഈ 4000 ചില്ലാനും ആളുകൾ കാനന ചായയിൽ ആടുമേക്കാൻ വേണ്ടി പോകുമ്പോൾ ഇന്ത്യയുടെ അതിർത്തി പോലീസ് എന്തെടുക്കായിരുന്നു? ഇത് പറഞ്ഞുകൊണ്ട് രാവിലെ ഒരു ഹെഡ് എൻ്റെ കയ്യിൽ പത്രത്തിൻ്റെ കോപ്പി ഉണ്ട് കാറിൽ. അവരുടെ ഒരു ശീർഷകം എന്താണ്? പൊട്ടിക്കാൻ സ്ഫോടനത്തിന് പ്രേമഭൂമി അറിയാം. അത് രാവിലെ പ്രഭാതത്തിൽ നിങ്ങളുടെ മലയാളിയുടെ മലയാളത്തിൻ്റെ സുപ്രഭാതം പ്രേമബോംബുകൾ. ഇത് വായിക്കുന്ന നിങ്ങളുടെയൊക്കെ ഒരു വായനാ നിലവാരത്തെ പറ്റി ഓർക്കുമ്പോൾ സത്യം പറയാ അത്ഭുതം തോന്നുക. എങ്ങനെയാണത് പറയാൻ കഴിയുന്നത്? ഇതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? കൂടുതൽ വായനക്കാരെയാണോ? ഈ പൈങ്കിളി കഥകൾക്കാണെങ്കിൽ അതിനുള്ള വീക്കിലി, അതിനാണല്ലോ ആഴ്ചപ്പതി പറക്കുന്നത്, വെറും പൈങ്കിളിക്ക്. പിന്നെ എന്തിനാണ് രാവിലത്തെ ബോംബ് ഇത്തരത്തിലുള്ള നുണ ബോംബുകളാവുന്നത്? ഈ പത്രത്തിന് കേരളത്തിൽ ഏറ്റവും അധികം പ്രചാരമുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. ഏറ്റവും അധികം പ്രചാരമുള്ളത് കാരണം എന്താ? ഇവിടെയുള്ള ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട കുടുംബത്തിൽപ്പെട്ട സയ്യിദ് കുടുംബത്തിലോ പാണക്കാട് കുടുംബത്തിലോ അല്ലെങ്കിൽ കുരുക്കൾ കുടുംബത്തിലോ ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന അറബിയിൽ